ഹലോ ഗൈസ്, ഞാനാണ് ഗൈസ് മണിസല നാടൻ യൂട്യൂബറാണ് ഗൈസ്. നമ്മളുടെ പാറക്കടവാണ്. പാറക്കടവ് വലിയ നമ്മളെ വാപ്പുട്ട്യാജിന്റെ വലിയൊരു സ്ഥാപനത്തെ നിൽക്കുന്നത്. നമ്മളിവിടെ വന്നിട്ടുള്ള ഇതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഫീഖ് ഉസ്താദ് ഉണ്ട്. അവരോട് ചോദിച്ചു നോക്കാം. അവര് വീടിലോട്ട് വരിക, എല്ലാവർക്കും പോവാം. നമ്മളെ സഫീഖ് ഉസ്താദ് ഉണ്ട്, അതിന്റെ അടുത്തേക്ക് നമ്മൾ പോണത്. അതെ, ഇതാണ് നമ്മളെ സഫീഖ് ഉസ്താദെ. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ പേര് പറഞ്ഞില്ല. മുഹമ്മദ് സഫീഖ് സാറിന്റെ അസ്ലം സാർ, അബ്ദുള്ള. അതായത് നമ്മള് വാപ്പുട്ട്യാജിന്റെ വലിയ ഒരു ഭാഗത്തല്ലത്. ഇതിന്റെ പറ്റി ചരിത്രമാണെങ്കിൽ നമ്മളെ സഫീഖ് ഉസ്താദിനോടും അതേമാതിരി മറ്റുള്ള ഉസ്താദ്മാരും ഉണ്ട്, അവരോട് നമുക്ക് ചോദിച്ചോക്കെ. വരി ഉസ്താദ്മാരെ, നിങ്ങൾ ചരിത്രങ്ങളെ ഒന്ന് നമ്മളെ എങ്ങനെ. ഇത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ചമ്മാടാണ് സ്ഥിതി ചെയ്യുന്നത്. പാറക്കടവ് ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ പോലെ. അതെ, ഏകദേശം 40 വർഷം മുമ്പാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത്. 40 കൊല്ലം. ഇപ്പോ 2000-ഓളം വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയുടെ സംവിധാനത്തില് ഈ സ്ഥാപനത്തിലും, അതുപോലെ മമ്പുറത്ത് ഒരു ഹിഫ്ള് കോളേജ് ഉണ്ട്. അതുപോലെ ദാറുൽ ഹുദയുടെ തൊട്ടുവശത്തായി പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥാപനം ഉണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. 31 ബ്രാഞ്ചുകളും 31 ബ്രാഞ്ചുകൾ കേരളത്തിനകത്തും പുറത്തുമായി പല സ്ഥലത്തായിട്ടുണ്ട്. അതുപോലെ 6 ഓഫ് ക്യാമ്പസുകൾ ഉണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയിലൊന്നും, പിന്നെ ആന്ധ്രാപ്രദേശ്, അതുപോലെ മുംബൈ, ബംഗാൾ, ആസാം, അങ്ങനെയുള്ള പ്രദേശങ്ങളിലായിട്ട് ഓഫ് ക്യാമ്പസുകൾ ഉണ്ട്. ഇവിടൊക്കെ ആയിട്ട് നമ്മളെ സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് ദാറുൽ ഹുദക്ക് ഉള്ളത്. ബാപ്പുട്ട്യാജി, നിങ്ങൾ പറഞ്ഞ പോലെ ബാപ്പുട്ട്യാജി, അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന MM ബഷീർ മുസ്ലിയാർ, CH ഐദ്രോസ് മുസ്ലിയാർ, ഈ കാണുന്നതാണ് ബാപ്പുട്ട്യാജിയുടെ മക്ബറ. തൊട്ടപ്പുറത്തുള്ള ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് ഇവിടുത്തെ വന്യരായ അധ്യാപകനും ഞങ്ങളുടെ ഒക്കെ വഴികാട്ടി കൂടിയായിരുന്നു. അപ്പോ ഇവരൊക്കെ നേതൃത്വം നൽകിയിട്ടാണ് ഈ സ്ഥാപനം ഉണ്ടായത്. അതിന്റെ നിങ്ങളെ ബാക്ക് ഭാഗം കാണുന്നത് എന്താ? ബാക്ക് ഭാഗം ഇത് ഇപ്പൊ ദാറുൽ ഹുദയുടെ മെയിൻ ക്യാമ്പസിലാണ് നിങ്ങളുള്ളത്. ഈ മുന്നിലുള്ളതാണ് PG ബിൽഡിംഗ് ആണ്. PG ബിൽഡിംഗ് അല്ലെ? നമ്മളെ ഈ PG ബിൽഡിംഗ് കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാണ്, ഇതാണ് നമ്മളെ PG ബിൽഡിംഗ്. ഈ ഭാഗത്ത് കാണണം അല്ലെ? പിന്നെ നമ്മളെ ഓഫീസാണ് മെയിൻ ആയിട്ട് ആ കാണുന്നത് അല്ലെ സാറേ? ലൈബ്രറി ഉണ്ട്, ഡോക്ടർ ബാപ്പുട്ട്യാജി എന്ന പേരില്. ബാപ്പുട്ട്യാജിയുടെ ഓർമ്മക്കാണ്. ശരി.